എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു 10 സമ്മർ പ്ലാന്റ്സുകളെ കുറിച്ച് നോക്കാം. അതായത് വെയിൽ സമയത്ത് വെയിൽ കൊണ്ടാൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു 10 പ്ലാന്റ് ആണ്. ആദ്യത്തെ പ്ലാന്റാണ് വിൻക പ്ലാന്റ്. വിൻക പ്ലാന്റ് ഏത് സീസണിലും നമുക്ക് വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് വളങ്ങളും വെള്ളവും ഒന്നും ആവശ്യമില്ലാതെ ഈസിയായി വളർത്താൻ പറ്റിയ ഒന്നാണ് വിൻക പ്ലാന്റ്. ഇത് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഇത് നല്ല വെയിലില്ലെങ്കിൽ നല്ല ഹൈറ്റിൽ വളരുന്നതല്ലാതെ അധികം പൂക്കൾ ഉണ്ടാകുകയില്ല. അപ്പം നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാൽ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയും അപ്പോൾ ഇതേപോലെ വിൻകയുടെ ഹൈബ്രിഡ് വെറൈറ്റിയെല്ലാം ഇപ്പം നിറയെ അവൈലബിളാണ്. നിറയെ കളറിലെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ വിൻക പ്ലാന്റ്. അത് ഹൈബ്രിഡ് വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടെ നല്ല വെയിൽ താങ്ങുന്ന ഒരു ചെടിയാണ് ഈ വിൻക. രണ്ടാമത്തെ പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിന് നല്ല വെയിൽ ആവശ്യമാണ്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഫെബ്രുവരി മുതലാണ് ഈ അഡീനിയത്തിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം. നമുക്ക് ആ സമയത്ത് പൊട്ടാഷ്യം കൂടുതലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതേപോലെ ബനാന പീൽ ഫെർട്ടിലൈസർ, ചാരം വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് അഡീനിയത്തിന് ഈ ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേന് ചേർത്ത് കൊടുത്താൽ ഇതേപോലെ ധാരാളം പൂക്കളുണ്ടാക്കും. അതേപോലെ നമുക്ക് വെള്ളവും ഒരുപാട് ആവശ്യമില്ല. നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം മാത്രം നനച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കോഡക്സ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും. മൂന്നാമത്തെ പ്ലാന്റാണ് സൺഫ്ലവർ. ഞാൻ പറയാതെ തന്നെ അറിയാം, സൺഫ്ലവർ സൂര്യകാന്തി സണ്ണുള്ളപ്പോൾ മാത്രമേ വരത്തുള്ളൂ. അതേപോലെ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഒരു ദിവസത്തെ വെയിൽ മൊത്തം സൺഫ്ലവറിന് ആവശ്യമാണ്. നമ്മൾ സീഡ് മൂലമാണ് സൺഫ്ലവർ വളർത്തിയെടുക്കുന്നത്. നമുക്ക് ഈസിയായിട്ട് സീഡ് മൂലം വളർത്തിയെടുക്കാം. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പോട്ടിംഗ് മിക്സ് റെഡിയാക്കരുത്. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. നമ്മളിത് ഒരു ദിവസത്തെ മുഴുവൻ വെയിലത്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ദിവസം നനച്ചു കൊടുക്കാം. നനച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനിത് ടെറസിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നാൽ പ്രാവെല്ലാം വന്ന് ഇതെല്ലാം കൊത്തി തിന്നിട്ട് പോയി. നാലാമത്തെ ചെടിയാണ് നമ്മളുടെ മാരിഗോൾഡ് അല്ലെങ്കിൽ ബന്ദിച്ചെടി. ഈ ബന്ദിച്ചെടി നമുക്ക് ഏത് സീസണിലും വളർത്താം. എങ്കിലും ഈ സമ്മർ സീസണിലാണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. ഒരു ഫെബ്രുവരി സമയം തൊട്ട് നമുക്ക് ഇതിൽ പൂക്കൾ നിറയെ ഉണ്ടാകും. ഇതിനും നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. നമുക്ക് മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. അതേപോലെ മീലി ബഗ്സിൻ്റെ ആക്രമണം കൂടുതലുണ്ടാകും ഈ ബന്ദിച്ചെടിയിൽ. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നീം ഓയിൽ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെടി നശിച്ചു പോകും. അഞ്ചാമത്തെ പ്ലാന്റാണ് ടേബിൾ റോസ് എന്നറിയപ്പെടുന്ന 10 മണി ചെടി. ഇതിനും ഒരുപാട് വെയിൽ, നല്ല വെയിൽ, ഒരു ദിവസത്തെ മുഴുവൻ വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. പല വെറൈറ്റിയിലും പല കളറിലും സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ 10 മണി ചെടി. 10 മണി ചെടിക്കും നമുക്ക് നിറയെ പൊട്ടാഷ്യം ചേർന്ന് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ ധാരാളം പൂക്കളുണ്ടാകും. ആറാമത്തെ പ്ലാന്റാണ് ബോഗൻവില്ല. അതായത് നമ്മുടെ ഒരു ചെടികളുടെ ഒരു തരംഗമാവുന്നതാണ് ഈ ബോഗൻവില്ല. ഇപ്പോൾ എവിടെ നോക്കിയാലും ബോഗൻവില്ല ചെടികളാണ് കാണാൻ പറ്റുന്നത്. ഈ ഹൈബ്രിഡ് ബോഗൻവില്ല, അതേമാതിരി പല കളറിൽ ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൻവില്ല, അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡായിട്ട് വരുന്നത്. ബോഗൻവില്ലയ്ക്കും നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഒരു ജനുവരി മുതൽ നമുക്കിതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ ഹൈബ്രിഡൊക്കെ ആകുമ്പം അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അതിലെപ്പോഴും നമ്മൾ പൂക്കൾ ഉണ്ടാകും. അത് പൂക്കൾ വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി. തിരിച്ചും അതിലുണ്ടാകുന്ന നിറയെ പൂക്കളുണ്ടാകും. അതേപോലെ നമുക്ക് ദിവസവും ഒന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല വെയിൽ, ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ദിവസവും നനച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് നമുക്ക് ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ 15 ദിവസം കൂടുമ്പം DAP, NPK ഇതേപോലുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന പ്ലാന്റ് കലാഞ്ചോ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ പ്ലാന്റ് വളർത്താൻ.
ഇതൊരു സക്കലൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഇത് വെള്ളം ശേഖരിച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും വരത്തില്ല. ഇത് നമുക്ക് സെമി ഷേഡി വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇത് സെമി ഷേഡി വെച്ച് വളർത്തുമ്പോഴാണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വളങ്ങളോ വെള്ളമോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ കലാഞ്ചോ. ഈ ഫെബ്രുവരി മുതലാണ് നമുക്ക് ഈ കലാഞ്ചോയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്. ചെടി നന്നായിട്ട് പൂവിട്ടതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ സെമി ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്കിത് നല്ല തണലത്ത് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ കലാഞ്ചോ. അടുത്ത സമ്മർ പ്ലാന്റാണ് സിനിയ പ്ലാന്റ്. സിനിയ പ്ലാന്റിനും നല്ല വെയിൽ ആവശ്യമാണ്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ സിനിയയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ അങ്ങനെ നിറയെ വെറൈറ്റി, നിറയെ കളർ നമുക്ക് ഈ സിനിയ പ്ലാന്റ് അവൈലബിൾ ആണ്. സീഡ് മൂലം നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സിനിയ. ഹൈബ്രിഡ് സിനിയാണെങ്കിൽ നമുക്ക് ചട്ടി നിറയെ ബുഷിയായിട്ട് വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നാടൻ വെറൈറ്റിയൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റിന് പോയി വളരുന്നതല്ലാതെ പൂക്കളുടെ എണ്ണം ഒരുപാട് നമ്മുടെ ഹൈബ്രിഡ് പോലെ ധാരാളം ഒന്നും ഉണ്ടാകത്തില്ല. നമ്മളിതിന് രാവിലെ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കണം. വൈകുന്നേരമൊക്കെ ഒരു വെള്ളം ഒഴിക്കാൻ നിരുന്ന കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും. ത്രിപ്സ് പോലുള്ള കീടങ്ങൾ പെട്ടെന്ന് ആക്രമിക്കും. അതുകൊണ്ട് രാവിലെ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കണം. 9ാമത്തെ പ്ലാന്റാണ് ചൈനീസ് ബോൾസം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ചൈനീസ് ബോൾസം. നമുക്ക് വളർത്താൻ കുറച്ച് ഒരല്പം ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് തന്നെയാണിത്. കാരണം ഇത് പെട്ടെന്ന് നശിച്ചു പോകും. ഇതിൻ്റെ തണ്ടിലൊക്കെ അതിന് വെള്ളം ശേഖരിച്ച് വയ്ക്കാൻ കഴിവുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് വെയിലത്ത് വെച്ചാൽ ചിലപ്പോൾ നശിച്ചു പോകും. നമുക്ക് ഒരു രാവിലത്തെ ഒരു നല്ല ഇളം വെയിൽ, ഒരു 1-2 മണിക്കൂർ വെയിൽ മാത്രം മതി ഇതിന്. നമുക്കിതിൻ്റെ സ്റ്റെമ്മ് മൂലമാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. സ്റ്റെം നന്നായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വെച്ച പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതും സമ്മറിൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചൈനീസ് ബോൾസം. അവസാനത്തേതും 10ാമത്തേതുമായ പ്ലാന്റാണ് കോസ്മോസ്. ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ഈ കോസ്മോസ്. ഇപ്പോൾ ഈ ചെടി അധികം എവിടെയും കാണാനില്ല. നമുക്കിതിൻ്റെ സീഡ് മുളപ്പിച്ചാണ് ഈ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രത്യേകിച്ച് കെയറോ വളവോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ കോസ്മോസ്. സൂര്യകാന്തി ചെടിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണിത്. നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ട എല്ലാ ചെടികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സമ്മർ സീസണിൽ വളർത്താൻ പറ്റിയ 10 ചെടികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.